ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഈ നമ്മുടെ വെളിഞ്ചേമ്പില്ലേ, നല്ല മഴയായിരുന്നു. ഞാനിത് മുറിക്കാൻ പോയപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാതിരുന്നേ. ഈ വെളിഞ്ചേമ്പ് അറിയത്തില്ലേ, കർക്കിടക മാസത്തിലാണ് നമ്മൾ സാധാരണ ഇത് കഴിക്കാറ്. പിന്നെ ഒരു കപ്പയും കൂടെ വെച്ചിട്ട് ഒരു കറി, വളരെ സിമ്പിളായിട്ട്, തേങ്ങ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണേ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതെല്ലാം ഒന്ന് ഈ ഇലയും ഈ തണ്ടും അടക്കം അരിഞ്ഞെടുക്കുവേ. കപ്പ ഒന്ന് കുറച്ച്, ഇതിൻ്റെ പകുതി മതി എടുത്തിട്ട് ആദ്യം ഒന്ന് തിളപ്പിച്ച് ഊറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഇതും കൂടെ എല്ലാം കൂടെ ഇട്ട് വേവിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും കഴിക്കുന്ന എന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, ഞാനൊന്നും ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചില്ല, അമ്മയൊന്നും ഇത് ഉണ്ടാക്കി കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ കഴിക്കുന്നതെന്നാണ് ലീലാമ്മ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് ഈ വെളിഞ്ചേമ്പിൻ്റെ കറി നമ്മൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇതിനു മുമ്പേ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. നാടൻ ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ. അപ്പം നമ്മളുടെ ഉദ്ദേശം എപ്പോഴും എന്നാ, പഴയ കാലത്തിലേക്ക് തിരിച്ചു പോവുക, പഴയകാല രുചികൾ പരിചയപ്പെടുക, അതാണല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം നോക്കാം. എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരട്ടെ. കപ്പ കൊത്തി കൊണ്ടുവരാം, ഇതൊന്ന് അരിഞ്ഞു എടുക്കാം. കപ്പ ഇതാ ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതാ കൊത്തി അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടു. ഒരു കുക്കറിലായിട്ടേക്കുന്ന ഒറ്റ വിസിൽ ഒന്ന് അടുപ്പിക്കാവേ. എന്നിട്ട് നമുക്കത് ഊറ്റിയെടുത്തിട്ട് വേണം ചേമ്പും താളിനകത്തിടാൻ. ഇപ്പം ചിലവരൊന്നും കപ്പ ഊറ്റത്തൊന്നും ഇല്ല, പക്ഷെ നമ്മളങ്ങ് ഊറ്റിയേക്കാം. ചേമ്പും താളും കപ്പയും കൂടെ ഒന്നിച്ചിട്ട് വേവിക്കും. പക്ഷെ ഇപ്പം നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാം. കപ്പയൊക്കെ തിളപ്പിച്ച് ഊറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതൊന്നൊരു മൺകലത്തിലോട്ട് ഇട്ട് കൊടുക്കാവേ. അതുപോലെ തന്നെ നമ്മുടെ വെളിഞ്ചേമ്പ് ഇലയടക്കം അരിഞ്ഞതാണ്, തളിരിലയും എല്ലാം കൂടെ കൂട്ടി. ഇത് നന്നായിട്ട് വേകണം കേട്ടോ. ഇതിലേക്ക് ഇതാ വെള്ളം ഒഴിച്ചു, വെള്ളമൊക്കെ ഒഴിച്ചു. ഇനി നമ്മളതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. പാകത്തിന് ഉപ്പിട്ടു. നമ്മുടെ കാന്താരിയാണ്, ചതച്ച് വെച്ചിരിക്കുന്ന കാന്താരി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി അങ്ങ് മൂടി വെച്ച് വെന്തോട്ടെ. ശരിക്കും ഇത് വിറകടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ. നമ്മുടെ കപ്പ വെളിയഞ്ചേമ്പ് കറി എന്തായെന്നൊന്ന് നോക്കണ്ടേ. ഇതാ നോക്കിക്കേ, നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. കപ്പയും നല്ലപോലെ വെന്തുടഞ്ഞു. നമ്മുടെ ചേമ്പും നന്നായിട്ട്, ഇത് നന്നായിട്ട് വേകണം കേട്ടോ. ചിലവർക്കൊരു സംശയമുണ്ട് ഇതിനകത്ത് പുളി ചേർക്കണ്ടേന്നൊക്കെ. ഈ ഒരു കറിക്ക് പുളിയുടെ ആവശ്യമില്ല, ഇത് ചേർക്കാറില്ല. ഇത് ഇങ്ങനെ ഒരു കറിയാണ്. പുളി ചേർത്തില്ലെങ്കിൽ ചൊറിയുവോ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്നുമില്ല, ചൊറിയത്തില്ല. നമ്മളത് ഉണ്ടാക്കി കഴിക്കുന്നതാണ്. ഇതാ നമ്മൾ കറിയൊക്കെ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തു. ഇനിയിപ്പം ഒന്ന് താളിക്കുക, അതാണ് മെയിൻ. ഇത് ഇനി ഇരുന്നൊന്ന് കുറുകും കേട്ടോ. നല്ല പോലെ ഇങ്ങനെ വേകണേ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കും. അപ്പം സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. എന്നിട്ട് ഈ പാൻ ചൂടായിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഇത്തിരി ഏറെ ചെറിയുള്ളി വേണം കേട്ടോ. അതിൻ്റെ ഒരു വറവാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കറിയുടെ. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 വറ്റൽമുളക് ഇങ്ങനെ മുറിച്ചിടണം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ. സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിക്കാവേ. ഇനി നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് കഴിച്ച് നോക്കാം. നല്ല അടിപൊളി ഒരു നാടൻ കറികൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കാര്യം വെച്ചാൽ
നിങ്ങളുടെ അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കി തന്ന പരിചയം ഉണ്ടായിരിക്കും കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ. എന്നാൽ പുതിയ തലമുറയ്ക്ക് ഇതൊന്നും അറിയത്തുണ്ടാവില്ല. പക്ഷേ ചോറിനൊരു കറിയായിട്ട് ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ സൂപ്പറാ. ഇത് ചേമ്പ് വെളി ചേമ്പാന്നൊന്നും പറയണ്ട പിള്ളേരോട്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.